ഇന്നത്തെ വീഡിയോയിൽ ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു നെല്ലിക്ക തീയലിൻ്റെ റെസിപ്പി നോക്കാം. ആദ്യം തീയലിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വഴറ്റിയെടുക്കണം. അതിനുവേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 10-15 ചെറിയ ഉള്ളി 4ആയിട്ട് മുറിച്ച് ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉള്ളി നന്നായി വഴണ്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന നെല്ലിക്കയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വീണ്ടും വഴറ്റിയെടുക്കണം. പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നെല്ലിക്ക നന്നായി മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായി വഴറ്റിയെടുക്കണം. നെല്ലിക്കയും ഉള്ളിയെല്ലാം നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഞാനിതിൽ നിന്ന് ഒരു തവി എടുത്ത് മാറ്റുന്നുണ്ട്. ഇത് ഗ്രേവിയിലേക്ക് അരച്ച് ചേർക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഗ്രേവിക്ക് നെല്ലിക്കയുടെയൊക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കണം. നെല്ലിക്ക വെന്ത് വരുമ്പോഴേക്കും തീയലിന് ആവശ്യമായിട്ടുള്ള തേങ്ങ വറുത്തെടുക്കാം. തേങ്ങ നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ വീതം മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി വറുത്തെടുത്ത് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം. നെല്ലിക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്കയും കൂടി ചേർത്ത് കൊടുത്ത് ഒരു 1-2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് വാളൻപുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫൈനായി പൊടിച്ചു വെച്ചിരിക്കുന്ന തേങ്ങയെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചെറിയ തീയിൽ ഒരു 3-4 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ വളരെ രുചികരമായ നെല്ലിക്കാത്തീയൽ ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.